നമസ്കാരം. വളരെ കുറച്ച് ചിത്രങ്ങൾ കൊണ്ട് തന്നെ മലയാളികളുടെ ഇഷ്ടനടനായ താരമാണ് ജയസൂര്യ. പിന്നീട് ഒരു സൂപ്പർ ഹീറോ പദവിയിലേക്കും സൂപ്പർ സ്റ്റാർ പരിവേഷത്തിലേക്കുമൊക്കെ ജയസൂര്യ എത്തിയത് മലയാളികൾ കണ്ടതാണ്. ഹാസ്യവും ആക്ഷനുമൊക്കെ ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന വളരെ ചുരുക്കം നടന്മാരിൽ ഒരാൾ കൂടിയാണ് ജയസൂര്യ. അതുകൊണ്ട് തന്നെ ജയസൂര്യയ്ക്ക് ഒരുപാട് ഫാൻസും ഉണ്ടായിരുന്നു. ജയസൂര്യയുടെ ചിത്രങ്ങൾ മിക്കവാറും തന്നെ വലിയ തോതിൽ ഹിറ്റുകളായി മാറിയിട്ടുമുണ്ട്. തൃശ്ശൂർ പൂരവും ആടുമൊക്കെ രണ്ടും രണ്ട് ജോണറിലുള്ള പടങ്ങളാണെങ്കിലും രണ്ടിനും മികച്ച രീതിയിൽ തന്നെ ഉള്ള പ്രതികരണമായിരുന്നു പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് ലഭിച്ചത്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള റോളുകളും ഒരേപോലെ അനായാസന കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നടൻ തന്നെയായിരുന്നു ജയസൂര്യ. എന്നാൽ കുറച്ച് നാളുകളായി ജയസൂര്യ സിനിമാ ഫീൽഡിൽ നിന്നും വിട്ടു നിൽക്കുകയാണോ എന്ന ആശങ്ക പ്രേക്ഷകർക്കുണ്ടായിരുന്നു. കാരണം ഒരു പരസ്യചിത്രത്തിൽ പോലും ജയസൂര്യയെ കാണാറില്ല, പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറില്ല. വളരെ ചുരുങ്ങിയ സ്വകാര്യ ചടങ്ങുകളിൽ മാത്രമാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ താടിയൊക്കെ വെച്ച് ആദ്യം വന്നപ്പോൾ പ്രേക്ഷകർ കരുതിയത് സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെ ജയസൂര്യ ഔട്ടായി എന്നായിരുന്നു. എന്നാൽ വരാൻ പോകുന്ന ഒരു മികച്ച ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിലായിരുന്നു ജയസൂര്യ എന്ന് പിന്നീടാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയത്. കടമറ്റത്ത് കത്തനാർ എന്ന ഒരു മെഗാ ചിത്രത്തിൻ്റെ പണിപ്പുരയിൽ, ബിഗ് ബജറ്റ് ചിത്രത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു ജയസൂര്യ കഴിഞ്ഞ 4 വർഷമായി. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും മികച്ച പ്രതിഫലം തന്നെ കരാർ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. ആ കരാർ പ്രകാരം മറ്റു ചിത്രങ്ങളിലൊന്നും അഭിനയിക്കില്ല എന്നുള്ള കരാർ കൂടി അനുബന്ധമായി കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ചിത്രത്തിൻ്റെ റിലീസിങ്ങിനോട് അടുത്ത് നിൽക്കുമ്പോഴാണ് ഈ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ജയസൂര്യയെക്കുറിച്ച് വരുന്നത്. ഒന്നല്ല 2-3 കേസുകൾ ഒരുമിച്ച് ജയസൂര്യയെ ചുറ്റിപ്പറ്റി വന്നപ്പോൾ ജയസൂര്യയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മെഗാ ബഡ്ജറ്റ് ചിത്രമായ കത്തനാരുടെ കാര്യവും ഇപ്പോൾ വലിയ പരുങ്ങലിലാണ്. ഈ നിലയിൽ എങ്ങനെ ചിത്രം റിലീസ് ചെയ്യും എന്ന ആശങ്കയിലാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ. ഇപ്പോൾ ജയസൂര്യ ഉള്ളത് അമേരിക്കയിലാണ്. അദ്ദേഹത്തിന് ഉടനെ കേരളത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു കേസായതിനാൽ അദ്ദേഹത്തിന് നാട്ടിലെത്തിയാൽ ഉടൻ പോലീസ് അറസ്റ്റും ബാക്കി പരിപാടികളും ചോദ്യം ചെയ്യലുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ജയസൂര്യ അമേരിക്കയിൽ തങ്ങുന്നതാണ് ഉചിതമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. തൽക്കാലത്തേക്ക് അതുകൊണ്ട് ജയസൂര്യ എത്തില്ല എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഒരു യങ് സൂപ്പർ സ്റ്റാർ എന്ന പരിവേഷത്തിന് അർഹനായ ജയസൂര്യയെ തേടി ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നത് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും ഒക്കെ വലിയ തോതിൽ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ചിത്രത്തിൻ്റെ റിലീസിംഗ് എങ്ങനെയാണ് നടക്കുക എന്നതിനേക്കുള്ള ഒരു ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്.